നല്ലവരായ ഒരു കൂട്ടം ചിത്രകലാകാരന്മാരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും ചിത്രകലാ പ്രദർശനം ആലപ്പുഴ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. വളരെ നല്ല ചിത്രങ്ങൾ ആണ് അവർ വരച്ചിരിക്കുന്നത്. ചിത്രങ്ങൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വാങ്ങുന്നതിനും ചിത്രകലാ അക്കാദമിയുമായി ബന്ധപ്പെടുക എല്ലാവരും. നല്ല ചിത്രങ്ങളാണ്. അവരുടെ കുട്ടികളുമൊക്കെ വരച്ച ചിത്രങ്ങൾ ആ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇതൊക്കെ ഈ പ്ലേറ്റ്, ഇതും പ്ലേറ്റാ അല്ലേ? ഇതല്ലേ അലമിനത്തി ചെയ്തല്ലേ? ഇത് ഇതും ഷീറ്റ്, ഇത് കട്ട് ഇതില്ലേ ഷീറ്റായിട്ട് ഇത് 6 mm തിക്നെസ്സിൻ്റെ ഷീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് എൻഗ്രേവ് ചെയ്തെടുക്കുന്നതാണ്. ഇത് ലെമിനേറ്റ് ഷീറ്റ് അല്ലേ? ഇതൊക്കെ എൻഗ്രേവിംഗ് ആണ് ഇതിനകത്ത്. ഇതിൻ്റെയൊക്കെ ഇതൊക്കെ വേറെ ആൾക്കാരാണെന്നല്ലേ? ഇച്ചിരി വലിയ കുട്ടി സാറിൻ്റെ അല്ല സ്റ്റുഡൻ്റ് അവർക്ക് അവർക്ക് മെയിനായിട്ട് കൊടുക്കുക. ശരിയാ. കുട്ടികളാണല്ലോ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവർ പഠിപ്പിക്കുന്നുണ്ടല്ലേ? നല്ല വർക്ക്, കുഴപ്പമില്ല, നല്ല. ഇത് മീഡിയം അക്രിലിക് ഇതാണ്. ഇത് വാട്ടർ കളറാണ്. ഇത് അക്രിലിക് ആണ്. എല്ലാം നല്ല, ഇതൊക്കെ അടിപൊളി. ഇത് വലിയ ആളാണ്. ദുബൈയിൽ വന്നിട്ട് നമുക്ക് ഒരു 4 മാസത്തെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. ഇത് പുള്ളിയുടെ മലപ്പുറം ഇത് ഒരു വയ്യാത്ത ഒരു ഈ പിക്ചറല്ലേ? ഇതല്ലേ? നടക്കാനൊന്നും പറ്റത്തില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ അസുഖം ബാധിച്ചിട്ട് കുറേ എന്താ പറയുന്ന മെഡിസിനും ഇതിൻ്റെ ടൂളുകളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എംബോസിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ വരച്ചതിന് ശേഷം വെൽവെറ്റ് ക്ലോത്ത് വെച്ചിട്ട് എംബോസ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് സെയിലാവുന്ന ഒരു സാധനമാണ്. കാര്യം വെറൈറ്റി വർക്കുകളായതുകൊണ്ട് അത് നല്ല വർക്കാണ്. ഇതും കൊള്ളാം. ഒക്കെ ഒരുപാട് സമയമെടുക്കുന്ന പടം കാണുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ നല്ല ഒരു സീരിയസ് ആയിട്ടിരുന്ന് ചെയ്തൊരു എടുത്തുള്ളൊരു ഇതാണ്. സിമ്പിളായിട്ട് തോന്നുന്നു. അതെ ശരിയാ. അതെ. ഇത് പിന്നെ ഇതൊരു സ്റ്റുഡൻ്റാണ്, ഹാരി കൊച്ചു പേരാണ്. പക്ഷെ നല്ല ക്ഷമയുള്ള പേരാണ്. പെൻസിലാണ് ഹാരി അല്ലേ? പെൻസിലാണ്. അത് മറ്റേ ആ ഒരു ജവാൻ, ഒരു ജവാൻ്റെ ഒരു ഇതല്ലേ? സോൾജറിൻ്റെ ആ ഒരു മോഹൻലാലിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. ഇത് അദ്ദേഹത്തിൻ്റെ പെയിന്റിംഗാണ്. ഇതും ഇവിടെ അല്ലേ? ഹാരിയുടെ എൻ്റെ സ്റ്റുഡൻ്റ് അഭിരാമി. അക്രലിക്കാന്ന് അല്ലേ? അക്രലിക്ക. ഞാനിവിടെ കുറച്ച് വർക്ക് വെച്ച് ചെയ്തിട്ടുണ്ട്. അക്രലിക്കിലൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതെ. ഓയിൽ മീഡിയം പോലെ ഇപ്പം എളുപ്പമാണല്ലോ. നമ്മൾ ചിലവും അത്ര കുറയാൻ പറ്റും. നമ്മൾ അതനുസരിച്ചുള്ള പെയിൻറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ. പണ്ട് ഓയിൽ എഫക്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. ഓയിൽ എഫക്റ്റിൽ തന്നെ ഫീൽ ഉണ്ടാകും.
ടോൺ, അതായത് പിന്നെ 2, 3, 4 ആവർത്തി നമ്മൾ ചെയ്യുമ്പോൾ ആ ഭയങ്കര 2-3 പ്രാവശ്യം ചെയ്യുന്തോറും അത് അതിൻ്റെ ക്ലാരിറ്റി ഫിനിഷിങ്ങിലാണ്. അതെ അതെ ഇതിന് എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും അത് പെയിൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ക്ലാരിറ്റി, നല്ല തെളിച്ച ക്ലാരിറ്റിയാണ്. ഇതൊരു വർക്കിംഗ് ക്ലിക്കിന് അങ്ങനെ ഒരു ഇതാണ്. എല്ലാവരും ഇപ്പോൾ അതേ ബാംഗ്ലൂർ IT ഫീൽഡിലുള്ള കുട്ടിയാണ് ഇത്. എൻ്റെ സ്റ്റുഡൻ്റാണ്. ഇത് ഒരു പയ്യൻ, 11 വയസ്സുള്ള പയ്യൻ. ഓയിൽ പെയിൻറ്റ് പിന്നെ കുറേ സമയം എടുക്കും. നമ്മൾ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യുകയും വേണം. പക്ഷേ അത് വീണ്ടും വീണ്ടും ചെയ്തെങ്കിൽ അത് ആ ഫിനിഷിങ് കിട്ടത്തുള്ളൂ, ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഇരുന്ന് ചെയ്യണം. പിന്നെ ഡ്രൈ ആയി വരുന്നത് അനുസരിച്ച് നമ്മൾ അടുത്ത വാഷ് ഒരുപാട് ഡ്രൈ ആകുന്നതിന് മുമ്പ് എന്നാൽ ചെയ്യുകയും വേണം. അതാണ് ഇതല്ലേ. അത് കൊള്ളാം. ശരി. പിന്നെ നല്ല ഇതല്ലേ പ്രാക്ടീസ്. മാക്സിമം അത് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടീസോടെ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി നല്ല മെയിൻ ഇതാവും. അതെ 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 ശരിയാ. പിന്നെ അതെ അതാണ് നമുക്ക് ഏറ്റവും നമുക്ക് കഴിവുള്ളവരെ അതിൻ്റെതായ രീതിയിൽ അവരെ എത്തിക്കുക, നിലയിൽ എത്തിക്കുക എന്നുള്ളതല്ല നമുക്ക്. അതെ 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 ശരിയാ. കഴിവുള്ളവർക്ക് അത് തെച്ചുമിനിക്ക് നമുക്ക് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ ഒരു പിന്നെ അതെ. അപ്പം അവർക്ക് അതിൻ്റെതായുള്ള ഐഡിയകൾ പിന്നെയും ഇതാക്കണം. ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതൊരു വലിയ റിസ്ക്കാണ്. പക്ഷേ അവർ താല്പര്യം പോലെ ഇരിക്കും. താല്പര്യവും തുടങ്ങി അവർ പോയി കഴിഞ്ഞാൽ അവർ സഞ്ചരിച്ചോണ്ടേ. അത് ശരിയാ ശരിയാ. ഡൗൺ ആയാൽ പോയി. നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സപ്പോർട്ട് പാരൻസിന്റെ ഭാഗത്ത് ഒരുപാടുണ്ട്. പാരൻസിന്റെ അതുപോലെ ചിത്രങ്ങൾ വാങ്ങുന്നതിന് നമുക്ക് കോടതി, ആലപ്പുഴ ജില്ലാ കോടതിക്ക് സമീപം കിഴക്കുവശത്തുള്ള നഗരചിത്രത്തിൽ ആണ് നമ്മുടെ ഈ ഗാലറി ഉള്ളത്. അവിടെ വന്നാൽ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും നമ്മുടെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളും നമുക്ക് വാങ്ങുന്നതിനുള്ള അവസരം ഉണ്ട്. എല്ലാവരും വരിക, കാണുക.